ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മെട്രിക് സീരീസിൻ്റെ തേർഡ് വീഡിയോയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് കണ്ടിരുന്നു. നമ്മളൊരു ഒരു മെട്രിക്സ് ഇപ്പോൾ നമുക്ക് കണ്ടെന്ന് വയ്ക്കാം. A ഈക്വൽ ടു 1 5 3 5 2 4 3 4 7. ഓക്കെ, ഇങ്ങനൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഈ മെട്രിക്സിന് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ റോസ് എല്ലാം കോളമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക. എന്താണത്? 1 5 3. അപ്പോൾ നമ്മളതിവിടെ എഴുതാം 1 5 3. ഈ മെട്രിക്സിൻ്റെ റോ എടുത്തിട്ട് ഇവിടെ കോളമായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. 5 2 4. അപ്പോൾ 5 2 4 ഇവിടെ സെക്കൻഡ് കോളമായിട്ട് എഴുതാം. അപ്പോൾ 5 2 4. ഇനി തേർഡ് മെട്രിക്സ് എടുക്കുക. അപ്പോൾ 3 4 7 തേർഡ് റോ എടുക്കുക. അപ്പോൾ 3 4 7. അപ്പോൾ 3 4 7. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് നമ്മൾ എഴുതി. ഇപ്പോൾ ഈ രണ്ട് മെട്രിക്സ് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? രണ്ടും ഒരേ മെട്രിക്സ് അല്ലേ? ഇതിൻ്റെ രണ്ട് മെട്രിക്സിൻ്റെയും എലമെൻറ്റ്സ് എല്ലാം തന്നെ സെയിം ആണ്, അല്ലെങ്കിൽ തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. ഓക്കെ, അതായത് A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആണ്. അങ്ങനെ A ഈക്വൽ ടു A ട്രാൻസ്പോസ് എന്ന് വരുമ്പോൾ നമ്മൾ പറയാ ആ A ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പറയുക. ഓക്കെ, അതിൽ സിമെട്രി എന്ന് പേര് വരാൻ കാരണം നമ്മൾ ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ 1 2 7 ആണ് ഡയഗണൽസ്. ഇപ്പോൾ ഡയഗണലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നമ്പേഴ്സ് എന്താ പറയുക? സിമെട്രിക് ആയിരിക്കും. അതായത് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 3 ഉള്ളത് ഇവിടെ 3 ആയിരിക്കും, അതുപോലെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. ഓക്കെ, ഒരു മിറർ ചെയ്തേക്കുന്ന മാതിരി എന്ന് ഓർത്തോ. നമ്മളൊരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ 5ൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന 3യുടെ റിഫ്ലക്ഷൻ 4ൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള മെട്രിക്സ്. അത് മാത്രമല്ല എൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറയാം. ഓക്കെ, അതുപോലെ ഇപ്പം നമുക്ക് വേറൊരു മെട്രിക്സ്. ഓക്കെ, B ഈക്വൽ ടു 0 1 2 -1 0 3 -2 -3 0. ഓക്കെ, ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയെന്ന് വെച്ചാൽ B ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റോ 0 1 2 എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് കോളായിട്ട് എഴുതും. അപ്പോൾ 0 1 2 സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ -1 0 3. അപ്പോൾ അത് അടുത്ത കോളായിട്ട് എഴുതും, -1 0 3. ഇനി ഫൈനൽ റോ എന്താണ്? -2 -3 0. ഓക്കെ, ഇനി ഈ രണ്ട് മെട്രിക്സ് കമ്പയർ ചെയ്ത് നോക്കാം, ബിയും B ട്രാൻസ്പോസും. ഓക്കെ, ഈ ബിയും B ട്രാൻസ്പോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് B ആണ് അല്ലേ? കാരണം എന്താണ്? ഈ ബിയുടെ B എന്നുള്ള മെട്രിക്സിൽ നമ്മൾ അതിൽ പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആക്കി കഴിഞ്ഞാലും, അല്ലെങ്കിൽ നെഗറ്റീവ് അതായത് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ B ട്രാൻസ്പോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മെട്രിക്സസിന് നമ്മൾ പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ്. സ്ക്യൂ Y അല്ല W ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒറിജിനൽ മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്പോസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. എപ്പോഴും ഡയഗണലിൽ 0 മാത്രമാണ് വരുള്ളൂ. ഓക്കെ, ഡയഗണൽസിൽ 0 വരും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റിഫ്ലക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ അവിടെ 1 ആണെങ്കിൽ -1 ആയിരിക്കും, 2 ആണെങ്കിൽ -2 ആയിരിക്കും, അതുപോലെ 3 ആണെങ്കിൽ -3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡയഗണലിൻ്റെ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്നത് ഒരു നമ്പറിന് നെഗറ്റീവ് ആയിരിക്കും മറ്റേ നമ്പർ കിടക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇനി നമുക്കിപ്പോൾ ഏതൊരു മെട്രിക്സ് വേണമെങ്കിലും തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പം നമുക്കൊരു മെട്രിക്സ് ഉണ്ട്,
എ ഈക്വൽ ടു ഇപ്പോൾ 3 2 1 -1 0 1 2 1 3. ഓക്കെ, അപ്പോൾ ഈ മാട്രിക്സ് സിമെട്രിക്കും അല്ല സ്ക്യൂ സിമെട്രിക്കും അല്ല. ഓക്കെ, ഇപ്പോൾ പക്ഷേ ഈ മാട്രിക്സിൻ്റെ ഞാൻ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 3 2 1 എന്നുള്ളത് ഇങ്ങനെ എഴുതും, -1 0 1 പിന്നെ 2 1 3. ഓക്കെ, അപ്പോൾ ഇതാണ് എ ട്രാൻസ്പോസ് എന്നുള്ളത്. ഇനി ഞാനിവിടെ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുകയെന്ന് വെച്ചോ. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈ രണ്ട് മാട്രിക്സും കൂടി ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 3 2 1 -1 0 1 2 1 3 പ്ലസ് 3 -1 2 2 0 1 1 1 3. ഓക്കെ, ഈ രണ്ട് മാട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 3 + 3 6 2 + -1 എന്ന് പറയുമ്പോൾ 2 - 1 1 വരും. അതുപോലെ 1 + 2 എന്ന് പറയുമ്പോൾ 3. അടുത്തത് -1 + 2 -1 + 2 എന്ന് പറയുമ്പോൾ 1 വരും. 0 + 0 എന്ന് പറയുമ്പോൾ 0 വരും. അടുത്തത് 1 + 1 എന്ന് പറയുമ്പോൾ 2 വരും. പിന്നെ അടുത്തത് 2 + 1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 വരും. അടുത്ത എലമെൻറ്റ് 1 + 1 2. അടുത്ത എലമെൻറ്റ് 3 + 3 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടി, എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി ഈ മാട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ മാട്രിക്സ് എന്താണ്? സിമെട്രിക് ആണ്. ഓക്കെ, നോക്കിക്കേ, ആ ഒരു 6 ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 1 3 3 2 2. ഓക്കെ, ആക്ച്വലി സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ ട്രാൻസ്പോസ് കാണണം, എന്നിട്ട് ആ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നാണ് ശരിക്കും കാണിക്കേണ്ടത്. ബട്ട് ഇതൊരു ജസ്റ്റ് ഷോർട്ട് കട്ട് പോലെയാണ്, നമുക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം, എക്സാമിന് എഴുതി വയ്ക്കാനല്ല. ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് സിമെട്രിക് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, അത് ഈ മാട്രിക്സ് എന് പ്രത്യേകിച്ചൊരു സ്പെഷ്യാലിറ്റി ഒന്നും വേണ്ട. മാട്രിക്സ് എ ഏതൊരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിലും നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമെട്രിക് ആയിരിക്കും. അതുപോലെ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് നോക്കാം. ഓക്കെ, എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ പ്ലസിന് പകരം മൈനസ്. ഓക്കെ, അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 3 - 3 0 2 - -1 അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അടുത്തത് 1 - 2 -1 എന്ന് വന്നു. ഇവിടെ -1 - 2 അപ്പോൾ നമുക്ക് -3 എന്ന് വന്നു. 0 - 0 0 1 - 1 0. അടുത്തത് 2 - 1 1. അടുത്തത് 1 - 1 0 3 - 3 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാട്രിക്സ് കിട്ടുന്നത്. ഇതിനി നോക്കിക്കഴിഞ്ഞാലോ, ഇത് സ്ക്യൂ സിമെട്രിക് ആണ് അല്ലേ? ഡയഗണലിൽ 0 വന്നു, ഇവിടെ 3 ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ -1 ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് +1 ആണ് ഇവിടെ. ഇത് 0 0. ഓക്കെ, അപ്പം 0യുടെ നെഗറ്റീവ് 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ആ രണ്ട് റിസൾട്ട് ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് എന്തെഴുതാം? ഈ എനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ½ എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ½ എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ½ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ ഈ ½ എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റിനെ നമ്മൾ ½ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു എ പ്ലസ് ഞാൻ ഇത് കോപ്പി ചെയ്യാം.
നമുക്ക് ഇവിടെ കിട്ടിയത് ഓൾറെഡി ഇതായിരുന്നു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ള മാട്രിക്സ്. അതുപോലെ ഇത് എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാട്രിക്സിനെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 6/2 3 എന്ന് വരും, ഇവിടെ 1/2 എന്ന് വരും, ഇത് 3/2 എന്ന് വരും, ഇവിടെ 1/2 0/2 0 2/2 1 3/2 2/2 1 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഓക്കെ, അപ്പോൾ ഇതും സിമെട്രിക് തന്നെയായിരിക്കും. ഓക്കെ, ഒരു ഹാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സിമെട്രിക് മെട്രിക്സ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഓക്കെ, അത് ഒരിക്കലും ചേഞ്ച് ആവില്ല. സെയിം ആണ് ഇവിടെ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സിനെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0/2 0 3/2 മൈനസ് 1/2 മൈനസ് 3/2 0 0 1/2 0 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് മാട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഈ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് ഈ ഒരു മാട്രിക്സ്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ ഈ മാട്രിക്സ്, അതായത് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ്, ഇത് തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാമെന്ന് വെച്ചോ, ആഡ് ചെയ്യാമെന്ന് വെച്ചോ. ഈ രണ്ട് മാട്രിക്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഇവിടെ 3 + 0 3 ഹാഫ് പ്ലസ് 3/2. ഓക്കെ, ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര, 3/2 എന്ന് പറഞ്ഞാൽ 1/2, അരയും 1/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഹാഫ് പ്ലസ് 3/2 2 ആണ്. 3/2 മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും. ഹാഫ് മൈനസ് 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1 എന്ന് കിട്ടും. 0 + 0 0 1 + 0 1 3/2 + 1/2 2 കിട്ടും. ഇവിടെ 0 + 1 1 3 + 0 3. ഓക്കെ, അപ്പോൾ 3 2 1 -1 0 1 2 1 3. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മാട്രിക്സ് കിട്ടുന്നത്. ഇനി ഈ മാട്രിക്സ് നമ്മളിവിടെ നോക്കിക്കേ, ആ എ തന്നെയാണ് ആ മാട്രിക്സ് അല്ലേ? 3 2 1 -1 0 1 2 1 3. അപ്പോൾ അതേ മെട്രിക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? 3 2 1 -1 0 1 2 1 3. അപ്പോൾ നമുക്ക് എന്താണ്? ഈ ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസും ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എ എന്നുള്ള ഒറിജിനൽ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോർമലി ക്വസ്റ്റ്യൻ വരാറ് എക്സ്പ്രസ് മെട്രിക്സ് എ ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുക, അത് സിമെട്രിക് ആയിരിക്കും. ഓക്കെ, സിമെട്രിക്. അതുപോലെ ഈ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കുക, അപ്പോൾ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ = എ ആണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് അത്രയാണ് ചെയ്യേണ്ടത് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി കാണിച്ചു, എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ ചെയ്തു, അതിന് ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ടേം കിട്ടും, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ളത്. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ കൂടെ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാട്രിക്സും കിട്ടും. ഓക്കെ, ഈ രണ്ട് മാട്രിക്സും ആ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം, അതായത് ഇങ്ങനെയാണ് എഴുതാവുള്ളൂ. ഓക്കെ, ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള മാട്രിസസ് അല്ല എഴുതേണ്ടത്, ഹാഫ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷമുള്ള മാട്രിസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് = എ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ട്രാൻസ്പോസ് അല്ലെങ്കിൽ സിമെട്രിക് സ്ക്യൂ സിമെട്രിക് റിലേറ്റ് ചെയ്ത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.